SSLC ഇംഗ്ലീഷിലെ പലരുടെയും ഫേവറേറ്റ് ചാപ്റ്ററാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ബിക്കോസ് ഈ അക്കാദമിക് ഇയറിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നമുക്ക് പ്രിയപ്പെട്ടതാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിന്റെ നറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇതേ ചാപ്റ്ററിൽ നിന്ന് ഒരു റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? നോക്കാം. Based on your reading of A Very Old Man with Enormous Wings, write a review focusing on how the angel is portrayed as a weak and vulnerable outsider. എങ്ങനെയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിൽ ഏഞ്ചലിനെ വളരെ വീക്കായ, ദുർബലനായ, വൾണറബിൾ ആയ എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നമുള്ള, അതായത് അപകടമേൽക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ട്, ഒരു ഔട്ട്സൈഡർ, പുറമേ നിന്നുള്ള ഒരാളായിട്ട് പോർട്രേ ചെയ്യുന്നത്. ഡിസ്കസ് ദ റിയാക്ഷൻ ഓഫ് പെലയോ, Elisenda, the villagers and the doctor, and explain how the story highlights exploitation and the lack of compassion. എങ്ങനെയാണ് ഓരോ ആളുകളും പിന്നെ ഈ ഓൾഡ് മാനോട് റിയാക്ട് ചെയ്തത്? എങ്ങനെയാണ് ഇതിൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ലാക്ക് ഓഫ് കമ്പാഷൻ, സഹാനുഭൂതി ഇല്ലായ്മ, ഇതൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ളത്? ഇങ്ങനൊരു ചോദ്യം കാണുമ്പോൾ പലരുടെയും അവസ്ഥ അയ്യോ തല ചുറ്റുന്നു എന്നാണ്. ബിക്കോസ് ഈ ചോദ്യം വായിച്ചു തീരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, ടാറ്റ ഗുഡ് ബൈ, ശുഭനിദ്ര. അങ്ങനെയല്ല. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നോക്കൂ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് നമുക്കറിയാത്ത ചാപ്റ്റർ ഒന്നുമല്ല. സോ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും അറിയുള്ളൂ. പിന്നെ അവർ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർ ഈ ചോദ്യം വായിച്ചിട്ട് അവർക്കറിയുന്ന പോയിന്റ്സ് വെച്ച് എന്ത് ചെയ്യും? അവർ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു പെർഫെക്റ്റ് ആൻസറിന് വേണ്ടി 7 മാർക്കാണെങ്കിൽ 7 മാർക്കിന് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് എക്സാം കൊളാക്കും. അങ്ങനെ ചെയ്യരുത്. നോക്കൂ, ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചാപ്റ്ററിന്റെ സമ്മറി, നറേഷൻ നമുക്കറിയാം. അതിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ കഥയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഒരു റൈറ്റപ്പ് പോലെ തന്നെ നിങ്ങൾ റിവ്യൂവിന് എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. റിവ്യൂ ഓഫ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, ഇങ്ങനെ തന്നെ ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് നോക്കൂ, റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. നിർബന്ധമായിട്ടും ഒരു റിവ്യൂ എഴുതുമ്പോൾ ആ ചാപ്റ്റർ ആരാണ് എഴുതിയത്? സോ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. ഇനി ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് എന്ന് പറയുമ്പോൾ അടുത്ത കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റൈറ്റിംഗ് ടെക്നിക്കാണെന്ത്? മാജിക്കൽ റിയലിസം, എ സ്റ്റോറി ബേസ്ഡ് ഓൺ മാജിക്കൽ റിയലിസം. ഇനി നിങ്ങൾക്ക് എന്താണ് മാജിക്കൽ റിയലിസം എന്ന് അറിയെങ്കിൽ അതും എഴുതുക. എന്താ മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം ഈസ് എ ലിറ്റററി ഡിവൈസ്, okay, or a writing style, not literary device, a writing style in which reality and fantasy are blended. റിയാലിറ്റിനെ ഫാന്റസിനെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. അതവിടെ എഴുതി കൊടുക്കുക. പിന്നെയോ, ദ ഏഞ്ചൽ ഈസ് ഷോൺ ആസ് ഓൾഡ്, വീക്ക്, ഹെൽപ്ലെസ് ആൻഡ് വൾണറബിൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറും കഥ എഴുതി കൊടുക്കരുത്. ഏഞ്ചലിനെ ഈ കഥയിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ഓൾഡായിട്ട്, വീക്കായിട്ട്, ഹെൽപ്ലെസ്, നിസ്സഹായനായ, വൾണറബിൾ, അതായത് എല്ലാ പ്രശ്നങ്ങളും, പരിക്കും ബുദ്ധിമുട്ടും ഏൽക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. And the angel is shown as all weak and helpless and vulnerable. He is treated as an outsider because he looks different and speaks an unknown language. ഈ കഥയിലുടനീളം മനുഷ്യരുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് സാമ്യതകൾ ഉണ്ടാവുമ്പോഴും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ ഒരു ഔട്ട്സൈഡർ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. പെലയോ ആൻഡ് എലിസണ്ട ഫസ്റ്റ് ഫിയർ ഹിം. ആദ്യം ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? പേടിക്കുന്നുണ്ട്. ദെൻ ലോക്ക് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ് ലോക്ക് ചെയ്യുന്നുണ്ട്. ദേ ചാർജ് മണി ടു പീപ്പിൾ ഹൂ കം ടു സീ ദ ഏഞ്ചൽ ആൻഡ് ബിക്കം റിച്ച്. അല്ലെ, ആളുകൾ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് പൈസ ചാർജ് ചെയ്ത് അവർ റിച്ച് ആവുന്നുണ്ട്. ദ വില്ലേജേഴ്സ് ട്രീറ്റ് ദ ഏഞ്ചൽ ലൈക്ക് എ സർക്കസ് ആനിമൽ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെ. വില്ലേജേഴ്സ് അദ്ദേഹത്തെ ഒരു സർക്കസ് ആനിമലിനെ പോലെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ദേ ത്രോ ഫുഡ്, സ്റ്റോൺസ് ആൻഡ് പുൾ ഔട്ട് ഹിസ് ഫെദേഴ്സ്. ആൻഡ് they are curious but not compassionate. ഈ ആളുകളുടെ പ്രത്യേകത, അവർ ക്യൂരിയസ് ആണ്, ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ട്. പക്ഷെ അവർ എന്തല്ല? കമ്പാഷനേറ്റ് അല്ല, ഒരു വൃദ്ധനായ മനുഷ്യനാണ് എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും അവർക്കില്ല. The doctor studies the angel with scientific curiosity. ഡോക്ടർ ആണെങ്കിൽ ഏഞ്ചലിനെ സയന്റിഫിക് ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ചിറകുകളെ കുറിച്ച് പഠിക്കുന്നത്. He is surprised that the wings are a natural part of the old man's body. ഈ വിങ്സ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ വളരെ നാച്ചുറൽ ആയിട്ട്, സ്വാഭാവികമായിട്ടൊരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഡോക്ടർ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. സോ നമ്മൾ പെലയുടെ, മെലിസെന്റിന്റെ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു, ആളുകളുടെ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു, ഡോക്ടറുടെ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. ദ സ്പൈഡർ വുമൺ അട്രാക്ട്സ് മോർ വിസിറ്റേഴ്സ് ആൻഡ് പീപ്പിൾ ഫോർഗോട്ട് ദ ഏഞ്ചൽ, അല്ലേ? സോ അത്രയും കാലം
അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഓൾഡ് മാൻ ആയിരുന്നു. സ്പൈഡർ വുമൺ വന്നപ്പോൾ ആളുകളുടെ അട്രാക്ഷൻ അങ്ങോട്ടേക്ക് പോയി. ആളുകൾ ആരെ മറന്നു? ഏഞ്ചലിനെ മറന്നു. ആൻഡ് the angel remains patient, calm and silent despite all these sufferings. ഈ പറയുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഓൾഡ് മാൻ എന്ത് ചെയ്തു? പേഷ്യൻ്റ് ആയി, ക്ഷമാശീലനായി, കാമായി, സൈലൻ്റ് ആയിരുന്നു. അറ്റ് ദ എൻഡ് ഹി റീഗെയിൻസ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലൈസ് അവേ. സോ ഇത് ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വളരെ സിസ്റ്റമാറ്റിക്കായി പറഞ്ഞു തീർത്തു. ദ സ്റ്റോറി ക്രിട്ടിസൈസസ്, ശ്രദ്ധിച്ചോണേ, ഈ സ്റ്റോറി എന്ത് ചെയ്യുന്നുണ്ട്? ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്താണ്? എന്തിനൊക്കെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഗ്രീഡിനെ, ആർത്തിയെ വിമർശിക്കുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തെ, ആൻഡ് ലാക്ക് ഓഫ് കമ്പാഷൻ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടീച്ചസ് അസ് നോട്ട് ടു ജഡ്ജ് പീപ്പിൾ ബൈ ദർ അപ്പിയറൻസ്. നമ്മുടെ ആളുകളെ അവരുടെ അപ്പിയറൻസ് വെച്ച് ജഡ്ജ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ് റിമൈൻഡ്സ് അസ് ടു ഷോ കൈൻഡ്നെസ്, റെസ്പെക്ട് ആൻഡ് എംപതി ടു എവ്രി വൺ. ഇതൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൈൻഡ്നെസ്സും റെസ്പെക്റ്റും എംപതിയും എല്ലാവരോടും കാണിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓവറോൾ ഇത് നമ്മുടെ അഭിപ്രായമാണ് അല്ലേ? ഓവറോൾ ദ സ്റ്റോറി ഈസ് എ പവർഫുൾ റിമൈൻഡർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് കമ്പാഷൻ. ഹ്യൂമാനിറ്റിയുടെ, മനുഷ്യത്വത്തിൻ്റെ, കമ്പാഷൻ്റെ, സഹാനുഭൂതിയുടെ ഇമ്പോർട്ടൻസ്, നെസസിറ്റി, ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു സ്ട്രോങ്, പവർഫുൾ ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടും. അല്ലാതെ നിങ്ങളിതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വലിയ സെൻറ്റൻസുകളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുകയേ ഉള്ളൂ. ഓക്കെ, സോ കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. ആൻഡ് ഇത്രയും സിമ്പിളായി എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാനും JD സാറും മെഗാ മാരത്തണിൽ വരുന്നുണ്ട്. ഡോണ്ട് മിസ് ദാറ്റ് ലൈവ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.